നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏഴാറ്റ് മുഖം ഗണപതിയുടെ സ്നേഹത്തെക്കുറിച്ചും ഒപ്പം അവിടെ നിന്ന് മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുമാണ്. നന്മയെക്കുറിച്ച് പറയുന്നതിനിടയിൽ ഒരു വലിയ ആശ്വാസം നമുക്കെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത് എപ്പോഴും. അതെ, ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം തന്നെ ഈ ദൗത്യം ഓണായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതിനെ മൈക്കൂടി വയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ആന നിന്നത് എന്നത് ആശങ്ക ഉയർത്തി. പക്ഷേ 7:15 കഴിഞ്ഞപ്പോഴേക്കും മൈക്കൂടി വെക്കാനുണ്ടായത്. മിനിറ്റുകൾക്കകം 10-20 മിനിറ്റ് തന്നെ പക്ഷേ ഈ ആന തളർന്നു വീഴുന്നു എന്ന് നമ്മൾ അറിയുന്നു. അതിനുശേഷം കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് ആ തളർന്നു വീഴുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. ഫൈസൽ ആണ് ആ ദൃശ്യങ്ങൾ പകർത്തി നമുക്ക് നൽകിയത്. ആ ദൃശ്യങ്ങളാണ് തീർച്ചയായും ഈ വാർത്തയുടെ ഒരു ഡയമെൻഷൻ തന്നെ മാറ്റിക്കളഞ്ഞത്. ഒരു വലിയ രക്ഷാദൗത്യത്തിൻ്റെ വാർത്തയായി നിൽക്കുമ്പോഴും അതിലേറെ കരുതലും സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവെക്കുന്ന ജീവികൾ, മനുഷ്യന് പ്രത്യേകിച്ചും മലയാളി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ അല്ല, ഈ 2025 തുടങ്ങിയപ്പോൾ മുതലാണ് പറയാം, അയലക്കംകാരൻ അയലക്കത്ത് കയറി അച്ഛനെയും അമ്മയും മകളെയും അടിച്ചു കൊല്ലുന്നു. തൊട്ടിപ്പുറത്ത് ചെന്താമര എന്ന ഒരു ക്രൂരൻ 2 പേരെ വെട്ടിക്കൊല്ലുന്നു. ഇപ്പുറത്ത് സഹപാഠികളെ കുത്തുന്ന കുട്ടികൾ, ക്രൂരമായ റാഗിങ്ങിന് വിധേയരാക്കുന്ന കുട്ടികൾ, അങ്ങനെ പല വിധത്തിൽ മനസ്സിനെ മരവിപ്പിക്കുന്ന, ദൈവമേ ഇതൊക്കെയാണല്ലോ നമ്മുടെ ചുറ്റും നടക്കുന്നതെന്ന് വിളിച്ചു പോകുന്ന അവസ്ഥയിൽ അങ്ങനെ നമ്മളെ അസ്വസ്ഥമാക്കുന്ന വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 1.5-2 മാസം ആകുമ്പോഴും 2025 അത്ര ശുഭകരമായ വാർത്തകൾ, ഒന്നുമില്ല തട്ടിപ്പ്. ചോദിക്കാറുണ്ട് എന്നും രാവിലെ ഇതൊക്കെ തന്നെയുള്ളൂ, മറ്റെന്തെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ അത് നിവർത്തികേടാണ്. നമ്മുടെ ചുറ്റും നടക്കുന്നത് പങ്കുവയ്ക്കുക എന്നതാണല്ലോ വാർത്താ ചാനൽ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളുടെ ജോലിയാണല്ലോ. അപ്പം ഈ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കേണ്ടത് എപ്പോഴും ശുഭവാർത്തകളൊക്കെ ആകണം എന്ന് നമുക്കും താല്പര്യമുണ്ട്. പക്ഷെ ഓരോ ദിവസവും ഇതുപോലെ തന്നെ ആരംഭിക്കേണ്ടി വരുന്നതിലുള്ള ദുഃഖവുമുണ്ട്. അതിനിടയിലാണ് ഇതുപോലെ വന്നുപെടുന്ന ചില നന്മകളും കരുതലും സ്നേഹവും ഒക്കെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അത് പങ്കുവയ്ക്കുന്നതിലും വലിയ സന്തോഷം. അതും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കാട്ടിലേക്ക് കയറി അവിടെ നടന്ന കാഴ്ച. ഇത് കാടിന്റെ ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റ് ആണ്. അവിടെ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. ഈ ആനയെ ആദ്യം ആന ഈ പുഴ കടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരു കാട്ടാന തള്ളിക്കൊടുക്കുന്നത് കണ്ടിരുന്നത്. ആരാണ് കൊള്ളാലോ, വളരെ കരുതലോടുകൂടി പെരുമാറുന്ന ആനയാണല്ലോ. പിന്നെയാണ് അതായത് ഏഴാറ്റുമുഖം ഗണപതി എന്ന ആ നാട്ടുകാർ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന കാട്ടാനയാണെന്ന് അറിയുന്നത്. ഇവന് മയക്കുവെടിയേറ്റ ശേഷം ഈ ആന വല്ലാതെ തളർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അവനെ വീഴാതെ മിനിറ്റുകളോളം തൻ്റെ തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തിയത് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയാണ്. പക്ഷേ ഒരു നിമിഷത്തിൽ അവന് താങ്ങാവുന്നതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ആന മറുഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴുന്നത്. ആ സമയവും നേരെ തിരിഞ്ഞു പോകാതെ, ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തതുപോലെ അതേ നിൽപ്പിൽ പുറകിലേക്ക് കാലടികൾ വെക്കായിരുന്നു. പക്ഷേ നമുക്കറിയാം ഈ ഗണപതിനെ അവിടെ നിന്ന് അകറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ആനയെ സാധ്യമാവൂ. അതുകൊണ്ട് അവനും ആ മനുഷ്യന്റെ പേടിപ്പിക്കലിൽ അവനും വഴങ്ങി അവൻ അവിടെ നിന്ന് മാറുന്നു. പിന്നീട് നമ്മൾ ചികിത്സ നൽകുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ അവൻ്റെ കിടപ്പ് വല്ലാതെ അസ്വസ്ഥതയും ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയെങ്കിൽ പിന്നീട് അവൻ കൈകാലുകൾ അടിച്ച് അവൻ പതുക്കെ എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ, ഈ മിഷൻ അതിൻ്റെ ഒരു വലിയ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയെന്നത് വനവകുപ്പ് അരുൺ സക്കറി അടങ്ങുന്ന ടീം. ഇപ്പോൾ ബാക്കി സംഘത്തിലുള്ളവരുടെ പേരും വിവരങ്ങൾ നമുക്കറിയില്ല. പക്ഷെ ആ വെള്ളം ഒഴിച്ചു കൊടുത്ത ആ ജീവനക്കാരൻ മുതൽ ഈ വാഹനത്തിന്റെ പുറകിൽ നിരന്ന് നിന്ന് ഇത്രയും മണിക്കൂർ, ഇനി 1 മണിക്കൂറോളം യാത്ര പൂർത്തിയാക്കുന്ന എല്ലാവരും വരാനായി വഴിയൊരുക്കിയ JCB ഓടിച്ചിരുന്ന ആളെ അടക്കം നമ്മൾ പരാമർശിക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരും അവരവരുടേതായ ജോലി, ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിറവേറ്റിയതാണ് നമ്മൾ കണ്ടത്. അരുൺ ശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എല്ലാവർക്കും കയ്യടി കൊടുക്കുന്ന ഒരു നിമിഷങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ, സ്നേഹവും അറിയിക്കുകയാണ്.